ഇത് ഇന്നലെ പുറത്ത് പോയപ്പോൾ ഒരു തട്ടുകടയിൽ നിന്ന് കഴിച്ചൊരു ഐറ്റം കേട്ടോ. ഇതിൻ്റെ പേരാണ് ഉരുളിച്ചെമ്പ്. അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒന്നിന് 40 രൂപ അങ്ങനെ ആയിട്ടോ ഇതിൻ്റെ പൈസ. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ 1.5 സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ നമ്മൾ പൊരിച്ചെണ്ണയിലാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് വയന്ന് വരണം, ഉള്ളിയൊന്നും എന്താ പറയുക നന്നായിട്ട് അലിഞ്ഞ് വരണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറും വരെ വഴറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളിതാ അരിപ്പൊടി എടുത്തിട്ട് ഞാനിപ്പോൾ വലിയതാണ്, ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വലുതായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയൊരു നേക്ക് കിട്ടും. എനിക്കും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അവിടെ കണ്ടൊരു ഐഡിയ മാത്രമേ മനസ്സിലുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്പീഡാക്കാതെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു സ്റ്റേജല്ല അറിയേണ്ടത്, ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളാണ് മസാലയൊക്കെ. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല്ലെങ്കിലും പക്ഷേ ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 5 ഉരുളിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കാമെന്നുള്ളൊരു വിചാരത്തിലാണ് 5 ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒന്നും കൊണ്ട് തന്നെയാണ് ഈ കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുണ്ടാക്കി, അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ഈ ഒരു രീതിയിൽ കുറച്ച് ഉരുളയുടെ വലിപ്പം കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. നടുവിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, സിമ്പിളാണ്. അപ്പോൾ മുകൾ ഭാഗം പൊന്തി വരും, ഇല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പൊന്തിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് 5 ഞാൻ ഇവിടെ റെഡി. അപ്പോൾ 5ാമത്താണ് എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്, ചെറുത് കേട്ടോ. അപ്പോൾ ആവിയിൽ വിട്ട് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല, അപ്പോൾ മസാലയുടെ മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. ഇതിൽ മുളകും മഞ്ഞളും തേച്ചിട്ട് നമ്മൾ മീൻകായ് കല്ലുമ്മക്കായ് ഒക്കെ ശാലോ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ. അതിനോട് വിട്ടുപോയി. അപ്പോൾ ഇത് എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഫില്ലിങ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാത്തിലും നല്ല ഫില്ലിങ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിൽ പക്ഷെ നല്ല ടേസ്റ്റാണ്. ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും കേട്ടോ. അപ്പോൾ ഇതിൽ മയോണൈസ് മസ്റ്റാണ്. മയോണൈസ് ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാത്ത എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിന് മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ച് മല്ലി ഇലയും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നല്ല ചൂട് ചായടപ്പോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെയും കഴിക്കാം. അപ്പോൾ സിമ്പിൾ റെസിപ്പി എന്ന് പറയില്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.